നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി പോരാടുന്നത് കേരള മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും എതിരെയെന്ന് രാഹുൽ ഗാന്ധി. ട്രംപ് മോദിയെ നിയന്ത്രിക്കും പോലെയാണ് നരേന്ദ്രമോദി പിണറായിയെ നിയന്ത്രിക്കുന്നതെന്നും UDF അധികാരത്തിൽ വന്നാൽ 25 ലക്ഷം രൂപയുടെ സഹായം ആഴ്ചയ്ക്കുള്ളിൽ ഓരോ കുടുംബത്തിനും ലഭ്യമാക്കുമെന്നും രാഹുൽ ഗാന്ധി. UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം പാലക്കാട്ട്. അധികാരത്തിന്റെ അയലത്ത് എത്താൻ പോലും യോഗ്യതയില്ലാത്ത ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് എന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. വീടിനു വേണ്ടി പണം പിരിച്ച് മുക്കിയവരാണ് കോൺഗ്രസ് എന്നും കൃഷ്ണദാസ്. LDFന്റെ തുടർഭരണത്തെ എതിർക്കുന്നവർ LDF ചെയ്ത തെറ്റ് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പോളിംഗ് ബൂത്തിലെത്തി ചുറ്റികാരിവാൾ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ഭീം എന്ന ശബ്ദം LDFന് 5 വർഷത്തെ ശബ്ദമാക്കണമെന്നും LDF സംസ്ഥാന കമ്മിറ്റി അംഗം. ഒരു മാസത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് കലാശക്കൊട്ട് ഇന്ന്. നാളെ നിശബ്ദ പ്രചരണം. ഏപ്രിൽ 9 വ്യാഴാഴ്ച വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. പലരും നുണ പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുമ്പോൾ LDF വികസനം പറഞ്ഞാണ് ജനങ്ങളെ സമീപിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ. മനുഷ്യരിയിൽ LDF ലോക്കൽ സമ്മേളനം. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി പോരാടുന്നത് കേരള മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും എതിരെയെന്ന് രാഹുൽ ഗാന്ധി. ട്രംപ് മോദിയെ നിയന്ത്രിക്കും പോലെയാണ് നരേന്ദ്രമോദി പിണറായിയെ നിയന്ത്രിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ 25 ലക്ഷം രൂപയുടെ സഹായം ആഴ്ചയ്ക്കുള്ളിൽ ഓരോ കുടുംബത്തിനും ലഭ്യമാകുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പാലക്കാട് UDF തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി വികസന നേട്ടമൊന്നുമില്ലെങ്കിലും കേരളത്തിലുടനീളം പിണറായി വിജയന്റെ ഫ്ലക്സാണ്. ലോകം ആദരിക്കുന്ന മലയാളി നഴ്സുമാരോട് കേരള സർക്കാർ എങ്ങനെയാണ് പെരുമാറിയതെന്ന് ആലോചിക്കണം. നഴ്സുമാരോട് പെരുമാറിയതുപോലെയാണ് ആശാ വർക്കർമാരോടും പെരുമാറിയത്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അവശത അനുഭവിക്കുന്നവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ് ചെയ്തത്. രാജ്യത്ത് സമ്പത്ത് എന്തിനെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ഇതുമൂലം കാർഷിക മേഖലയും വ്യാപാര മേഖലയും തകർന്നടിഞ്ഞു. ഇതേ രീതിയിലാണ് കേരളത്തിലും തുടർന്നത്. അർഹതയ്ക്ക് അവകാശങ്ങൾ ഉറപ്പാക്കുകയാണ് UDF ലക്ഷ്യം. കേരളത്തിൽ നടപ്പിലാക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ ഗുണം അധികാരത്തിൽ കയറിയാൽ അധികനാൾ കഴിയാതെ അനുഭവിച്ചറിയാൻ കഴിയും. യഥാർത്ഥ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ കഴിയുന്നത് ആപത്ത് കാലത്താണ്. തന്നെ BJPയും RSSും തുടർച്ചയായി ആക്രമിച്ചപ്പോൾ ചേർത്ത് നിർത്തിയത് കേരളമാണ്. ഇതിൽ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ വ്യത്യാസമില്ലെന്നും അതിൽ സ്നേഹവും നന്ദിയുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. They give two answers. The first is that the left front is no longer following pro-people policies. And the second is that we cannot stand the arrogance of the chief minister. It is the same idea. In the BJP, the prime minister is convinced that he is not the prime minister of India, but the king of India. And the same idea is over here in Kerala. The chief minister thinks he is the king of Kerala. Somebody opposes him, he can have him beaten up, attacked, thrashed, whatever. What is the proof that there is a partnership? DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. AICC വക്താവ് സുപ്രിയ ശ്രീനട്ടെ, KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, രാഷ്ട്രീയ കാര്യസമിതി അംഗം VK ശ്രീകണ്ഠൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, UDF സ്ഥാനാർത്ഥികൾ, UDF നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പരസ്യപ്രചാരണത്തിന് ഇന്ന് കലാശക്കൊട്ട്. ഇനി നാളെ നിശബ്ദ പ്രചാരണം. ഏപ്രിൽ 9 വ്യാഴാഴ്ച വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. ഒരു മാസത്തോളം നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിനാണ് വൈകിട്ട് 6-ന് സമാപനമാവുക. പരസ്യപ്രചരണം ഇന്ന് വൈകിട്ട് 6-ന് സമാപിക്കുമ്പോൾ ജില്ലയിലെ 12 നിയോജകമണ്ഡലങ്ങളിലും കലാശക്കൊട്ട് നടക്കും. ഇതിനായി മുന്നണികളും ഒരുക്കത്തിലാണ്. ഒരു മാസത്തോളമായി വാശിയേറിയ പ്രചരണ പോരാട്ടത്തിലായിരുന്നു പാർട്ടി നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥികളും. വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയും വികസന പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും വിവിധ സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുമ്പോൾ നേതാക്കളുടെ വാക്കുപോരുകൾക്ക് ഒട്ടും കുറവ് വന്നില്ല. വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. ഓരോ പ്രദേശങ്ങളിലും കലാശക്കൊട്ടിന് പോലീസ് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിശ്ചയിച്ച മേഖലകളിൽ മാത്രമേ നടത്താവൂ. ഷൊർണൂർ സ്റ്റേഷൻ പരിധിയിൽ ഷൊർണൂർ ടൗൺ, കുളപ്പള്ളി ടൗൺ, കൈലാട് ടൗൺ എന്നിവിടങ്ങളിലാണ് കലാശക്കൊട്ടിന് അനുയോജ്യ സ്ഥലങ്ങൾ. ഇന്ന് കലാശക്കൊട്ട് കഴിഞ്ഞാൽ നാളെയാണ് നിശബ്ദ പ്രചരണം. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നിശബ്ദ പ്രചരണത്തിൽ മുഴുകും ഒറ്റനാൾ. അതുകഴിഞ്ഞാൽ ഏപ്രിൽ 9-ന് വ്യാഴാഴ്ച വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. ഇലക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇതിനുള്ള ഒരുക്കങ്ങളും മറുവശത്ത് നടന്നുവരുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അധികാരത്തിന്റെ അയലത്തെത്താൻ പോലും യോഗ്യതയില്ലാത്ത ഒരേ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വീടിനു വേണ്ടി പണം പിരിച്ച് മുക്കിയവരാണ് കോൺഗ്രസ് എന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് പറഞ്ഞു. മങ്കരയിൽ നടന്ന LDF റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തെ താഴ്ത്തിറക്കണം എന്ന് പറഞ്ഞ് നടക്കേണ്ട ഇവിടെ വലതുപക്ഷം. അതിന് അവർ പറഞ്ഞ ന്യായം
ഞങ്ങൾക്ക് LDF എന്തിനാ ജയിപ്പിക്കേണ്ടതെന്ന് ജനങ്ങളോട് പറയാൻ ധാരാളം ന്യായങ്ങളുണ്ട്. നേരം വിളിക്കണവർ പറഞ്ഞാലും തീരാത്ത ഈ പൂരപ്പറമ്പിൽ നിന്ന് 3 ദിവസം പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളുണ്ട്. ഞാൻ അതല്ല പറയുന്നത്. ഞങ്ങൾ താഴ്ത്തിറക്കണം എന്ന് പറയണവർക്ക്, LDF ഭരണത്തിൽ നിന്ന് താഴ്ത്തിറക്കണം എന്ന് പറയുന്നവർ എന്തിനാണ് LDF തോൽപ്പിക്കേണ്ടത്? എന്ത് തെറ്റാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ? ഏത് മനുഷ്യരെയാണ് ഈ സർക്കാരിന്റെ ഏതെങ്കിലും പ്രവർത്തനം കൊണ്ട് ദ്രോഹിച്ചിട്ടുള്ളത്? എന്ത് വിഷമമാണ് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം കൊണ്ട് ജനങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? മണ്ണൂരിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LC സെക്രട്ടറി OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി CR സജീവ്, KV ബാബു, പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി, PS അബ്ദുൾ മുത്തലവി, M ജയകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന, ശ്രീദേവി, ഹരിദാസൻ, P സുരേഷ് ബാബു, SJN നജീബ്, സ്ഥാനാർത്ഥി K ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. കോങ്ങാട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസനങ്ങൾ സ്ഥാനാർത്ഥി ശാന്തകുമാരി ഒന്നും വിടാതെ എണ്ണി പറഞ്ഞു. ഇനിയും തുടർ വികസനത്തിനായി ചുറ്റികരിവാൾ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യണമെന്നും സ്ഥാനാർത്ഥി അഭ്യർത്ഥിച്ചു. സമഗ്രമായ ഒരു വികസനം കൊണ്ടുവരാൻ നിങ്ങൾ നൽകിയ സ്നേഹവും പിന്തുണയുമാണ് എനിക്ക് കരുത്തായത്. നമ്മൾ ഒരുമിച്ചായിരുന്നു. അതുകൊണ്ടാണ് 1087 കോടി രൂപയുടെ വികസനം കോങ്ങാട് മണ്ഡലത്തിൽ കൊണ്ടുവരാനും 90% പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ കുറേയേറെ പദ്ധതികൾ തുടങ്ങി വയ്ക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പദ്ധതികളെല്ലാം നമുക്കിനി തുടരേണ്ടതായിട്ടുണ്ട്. മണ്ണൂർ ഖാദിപ്പടിയിൽ നിന്നും പള്ളിപ്പടിയിൽ നിന്നും തുടങ്ങിയ നിരവധി റാലികൾ മണ്ണൂർ സെന്റർ വഴിയെത്തി സമ്മേളന വേദിയിലേക്ക് നീങ്ങി. LDFന്റെ കരുത്ത് തെളിയിച്ച റാലിയിൽ വനിതാ പ്രവർത്തകരടക്കം ആയിരങ്ങൾ അണിനിരന്നു. വാദ്യമേളങ്ങൾ റാലിക്ക് അകമ്പടിയായി. അതിന് പിന്നിൽ നേതാക്കളും അണിനിരന്നാണ് റാലി മുന്നോട്ട് നീങ്ങിയത്. മണ്ണൂരിനെ ആവേശത്തിലാക്കുന്ന റാലിയായിരുന്നു LDF സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പലരും നുണ പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുമ്പോൾ LDF വികസനം പറഞ്ഞാണ് ജനങ്ങളെ സമീപിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ. LDF മനുഷ്യരി ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KS സലീഖ. LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചമുള്ള കാലം വേണോ അതോ UDF ഭരിക്കുമ്പോഴുള്ള ഇരുണ്ട കാലം വേണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങൾക്ക് ഇഷ്ടം ഈ നല്ല കാലമാണ്. അതുകൊണ്ട് ജനങ്ങൾ LDFനെ കൈവിടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് സലീഖ പറഞ്ഞു. ആ കാലത്തെ കുറിച്ച് ഓർക്കാൻ ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഇരുണ്ട കാലത്തിന്റെ ഓർമ്മകൾ പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഒരു ഇരുണ്ട കാലമായിരുന്നു ഈ കേരളത്തിന് എന്ന് നമുക്കറിയാം. കേരളത്തിന്റെ സമസ്ത മേഖലകളും തകർക്കപ്പെട്ട ഒരു കാലമായിരുന്നു. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങൾക്ക് സംരക്ഷിക്കാനായി എന്ന് അവകാശപ്പെടാൻ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം പോലും നഷ്ടപ്പെട്ടവരായി കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതാണ് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ചിത്രം. CPM ലോക്കൽ സെക്രട്ടറി M ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടി, LDF മണ്ഡലം സെക്രട്ടറി K നന്ദകുമാർ, ഏരിയ കമ്മിറ്റി അംഗം K കൃഷ്ണകുമാർ, CPI ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറി P വിജയകുമാർ, കോൺഗ്രസ് S ജില്ലാ കമ്മിറ്റി അംഗം MP ഉണ്ണി, M ലക്ഷ്മി, A സംഗീത, V വിജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഷൊർണൂർ ലോക്കൽ തല റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ യോഗം ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ സമയം റാലിയിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടി വോട്ടഭ്യർത്ഥന നടത്തി സംസാരിക്കുകയും ചെയ്തു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സ്ഥാനാർത്ഥി MP മമ്മിക്കുട്ടി തുടക്കം മുതൽ റാലിയിൽ പങ്കെടുക്കുകയും വോട്ടർമാരുടെ വോട്ടഭ്യർത്ഥന നടത്തി സംസാരിക്കുകയും ചെയ്തു. ടൗണിൽ നടന്ന പൊതുയോഗം CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന പാവങ്ങളുടെ പടത്തലവനായ സഖാവ് AKജിയെ
പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ജനസംഘവുമായി ഇതേ രൂപത്തിൽ RSSുമായി കൂട്ടുകെട്ടുണ്ടാക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ പരിശ്രമിച്ചു. എന്തിനാണ് പറയുന്നത്? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ചെയ്തതെന്താ? അസംബ്ലിയിലേക്ക് ഇന്ന് വരെ ഒരു BJPയുടെ MLA കയറി വന്നിട്ടില്ല. യോഗത്തിൽ KB സുഭാഷ് മാസ്റ്റർ, അബ്ദുൽ ഖാദർ, MK ജയപ്രകാശ്, P സിന്ധു, LC സെക്രട്ടറി ND ദിൻഷാദ്, നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല, EK സുഭാഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. LDFിന്റെ തുടർഭരണത്തെ എതിർക്കുന്നവർ LDF ചെയ്ത് തെറ്റെന്താണെന്ന് വ്യക്തമാക്കണമെന്നും പോളിംഗ് ബൂത്തിലെത്തി ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുമ്പോൾ വോട്ടിംഗ് മെഷീനിലെ ബീം ശബ്ദം LDFിന്റെ 5 വർഷത്തെ ശബ്ദമാകണമെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. മണ്ണൂരിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ വീടിനു വേണ്ടി മുസ്ലിം ലീഗും പണം പിരിച്ചിട്ടുണ്ട്. അവർ വീട് നിർമ്മിച്ചു നൽകിയല്ലോ, ഉള്ളതുപോലെ തന്നെ പറയേണ്ടേ എന്നും സംസ്ഥാന കമ്മിറ്റി അംഗം NM കൃഷ്ണദാസ് ചോദിച്ചു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഖജനാവ് പോലും വിറ്റ് കാശാക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഞാൻ പറയട്ടെ, കോൺഗ്രസിന് മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയില്ല, അവർ UDFന്റെ ഭാഗ. മുസ്ലിം ലീഗ് പിരിച്ചു, അവർ വീടുണ്ടാക്കി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന പാർട്ടികളുടെ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞങ്ങൾ പറയുന്നില്ലോ മുസ്ലിം ലീഗിനെ. മുസ്ലിം ലീഗ് പണം പിരിച്ചിട്ട് അവർ വീടുണ്ടാക്കി കൊടുത്തു. ഉള്ളതുണ്ട് എന്ന് പറയണ്ടേ? രാഷ്ട്രീയമായിട്ട് എതിർക്കണമുണ്ട്, ഇല്ലാത്തത് ഉള്ളതില്ല എന്ന് പറയാൻ പറ്റുമോ? മുസ്ലിം ലീഗ് പണം പിരിച്ചുണ്ടാക്കി, വീടുണ്ടാക്കി. എന്നാൽ കോൺഗ്രസ് പിരിച്ച പണം എവിടെ? വീടുണ്ടാക്കാൻ വേണ്ടി പിരിച്ച പണം മുക്കിയവരാണ് കോൺഗ്രസ്. അവർക്ക് കേരളത്തിന്റെ അധികാരം കിട്ടിയാൽ അവരെങ്ങാനും ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ ചുമതലയിൽ വന്നാൽ ഖജനാവിന്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. CM അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. CPM മംഗല ലോക്കൽ സെക്രട്ടറി ER ശശി, CPI പ്രതിനിധി മോഹൻദാസ്, BK ചന്താമര, OM മോഹൻരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത, KS മനോഹരൻ, PP സദാശിവൻ, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. മങ്കരയിൽ നിന്നും കണ്ണമ്പരിയാരത്ത് നിന്നും ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റാലി തുടങ്ങിയത്. മങ്കരയെ അക്ഷരാർത്ഥി ചെങ്കലല്ലാക്കിയ പ്രകടനത്തിൽ 1000-ഓളം പ്രവർത്തകർ പങ്കെടുത്തു. വനിതാ പ്രവർത്തകരുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു. മങ്കരയിൽ LDFന്റെ കരുത്ത് തെളിയിച്ചായിരുന്നു റാലി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. LDF വാണിയംകുളം ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം AK ഷാനിബ് ഉദ്ഘാടനം ചെയ്തു. പ്രളയത്തിന്റെ കാലം, ആ പ്രളയകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ 100 കോടിയിലധികം കളക്ഷൻ നേടിയ ഒരു സിനിമ പോലും പിറക്കുന്ന തരത്തിൽ സിനിമയെ വെല്ലുന്ന ഒരു പ്രളയത്തെ നേരിട്ടവരാണ് നമ്മൾ. എന്നിട്ട് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പോലും പെൻഷൻ നിഷേധിക്കപ്പെട്ടില്ല. എന്നിട്ടും ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കിട്ടേണ്ട ആനുകൂല്യം നിഷേധിക്കപ്പെട്ടില്ല. എന്നിട്ടും ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് നൽകേണ്ടതില്ല. ഈ പ്രളയ ദുരന്തത്തിൽ നിന്ന് നമ്മൾ നാടിനെ മുക്തമാക്കിയതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് വീട് നിർമ്മിക്കണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചില്ല. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ K ശ്രീജ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി P മമ്മിക്കുട്ടി, LDF നേതാക്കളായ KP സുധീർ, E ചന്ദ്രബാബു, P ശ്രീധരൻ, K ഭാസ്കരൻ, K ഗംഗാധരൻ, TP ഭാസ്കരൻ, MS എബ്രഹാം തമ്പി, A സിന്ധുമോൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാത്തൂരിൽ LDF തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. CPA ലോക്കൽ സെക്രട്ടറി C രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ നേതാക്കളായ TK നൌഷാദ്, K ബിനുമോൾ, സ്ഥാനാർത്ഥി MNR റസാഖ്, K കൃഷ്ണൻകുട്ടി, CPA നേതാവ് മുരളി തരേക്കാട്, K വേലു, M ലെനിൽ, V രാധാകൃഷ്ണൻ, V രമേശ് കുമാർ, TM പുഷ്പദാസ്, ലോക്കൽ സെക്രട്ടറി C സുരേഷ്, P ഉണ്ണിക്കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി പോരാടുന്നത് കേരള മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും എതിരെയെന്ന് രാഹുൽ ഗാന്ധി. ട്രംപ് മോദിയെ നിയന്ത്രിക്കും പോലെയാണ് നരേന്ദ്രമോദി പിണറായിയെ നിയന്ത്രിക്കുന്നതെന്നും UDF അധികാരത്തിൽ വന്നാൽ 25 ലക്ഷം രൂപയുടെ സഹായം ആഴ്ചയ്ക്കുള്ളിൽ ഓരോ കുടുംബത്തിനും ലഭ്യമാക്കുമെന്നും രാഹുൽ ഗാന്ധി. UDF തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം പാലക്കാട്ട്. അധികാരത്തിന്റെ അയലത്ത് എത്താൻ പോലും യോഗ്യതയില്ലാത്ത ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് എന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. വീടിനു വേണ്ടി പണം പിരിച്ച് മുക്കിയവരാണ് കോൺഗ്രസ് എന്നും കൃഷ്ണദാസ്. LDFന്റെ തുടർഭരണത്തെ എതിർക്കുന്നവർ LDF ചെയ്ത തെറ്റ് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പോളിംഗ് ബൂത്തിലെത്തി ചുറ്റികാരിവാൾ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ഭീം എന്ന ശബ്ദം LDFന് 5 വർഷത്തെ ശബ്ദമാക്കണമെന്നും LDF സംസ്ഥാന കമ്മിറ്റി അംഗം. 1 മാസത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് കലാശക്കൊട്ട് ഇന്ന്. നാളെ നിശബ്ദ പ്രചരണം. ഏപ്രിൽ 9 വ്യാഴാഴ്ച വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. പലരും നുണ പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുമ്പോൾ LDF വികസനം പറഞ്ഞാണ് ജനങ്ങളെ സമീപിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ. മനുഷ്യരിയിൽ LDF ലോക്കൽ സമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്ത വൈകുന്നേരം 6 മണിക്ക്. നന്ദി, നമസ്കാരം.